ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് മട്ടൻ വെച്ചിട്ട് ഹലീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പരിപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പരിപ്പുണ്ട് നോക്കാം നമുക്ക്. 1 കിലോ മട്ടനാണ് എടുക്കുന്നത്. ഇത് 1 കപ്പ് ഗോതമ്പ്. ഇങ്ങനത്തെ ഗോതമ്പ് കിട്ടിയാൽ നല്ലതാട്ടോ. അങ്ങനെ കുത്തിയിട്ടുള്ള ഗോതമ്പ് കിട്ടും, വാങ്ങാൻ കിട്ടും. പിന്നെ 1 കപ്പ് ബിരിയാണിൻ്റെ റൈസ്. ഇത് കായ്മ റൈസാണ്. 1 കപ്പ് കടലപ്പരിപ്പ്, 1 കപ്പ് തോരപ്പരിപ്പ്. ഈ പരിപ്പ് 1 കപ്പ് കണ്ടോ, മൈസൂർ പരിപ്പ്. പിന്നെ ഇത് ഉഴുന്ന് പരിപ്പ്, തോട് കളഞ്ഞിട്ടുള്ളതില്ലേ, ചെറുപയർ പരിപ്പാണ്. ഇത് നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ നന്നായി കുതിർന്ന് വരും. എന്നിട്ട് നമുക്ക് ഇത് വേപ്പിച്ചെടുക്കാം. പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചത് ഇതുണ്ടോ, ഞാൻ വാഷ് ചെയ്തിട്ട് നല്ല വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് തന്നെ വെള്ളത്തിൽ തന്നെ വെച്ചാൽ മതി. പരിപ്പ് വെന്തേട്ടെ, പരിപ്പ് വേകട്ടെ. അത് വെന്ത് വരണം. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. ഈ സവാള ഒന്ന് മൂത്ത് വരട്ടെ. ഒരു വലിയ സവാള അരിഞ്ഞിട്ടാണ്, അതൊന്ന് മൂക്കട്ടെ. പരിപ്പ് വേകട്ടെ. അപ്പോൾ സവാള മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമുക്ക് മട്ടനിൽ കുറുമാക്കിയിട്ടെടുക്കാം. നല്ലോണം ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് ഒക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി, 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് ഉപ്പിട്ടിട്ട്. ഉപ്പ് ആവശ്യം പോലെ എല്ലാവരും ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് മട്ടൻ പീസ് ഇട്ട് കൊടുക്കാം. മസാല കരിഞ്ഞ് പോകരുത്. മസാല ഇടുമ്പോൾ തീ ചെറുതാക്കി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ തീ ഓഫാക്കി കൊടുക്കുക. കണ്ടോ, വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ അത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. കുറച്ച് തൈര് ഒഴിച്ച് വെക്കാം. പുളിയില്ലാത്ത കേടാണ്. മഞ്ഞ. ഇനി ഇവിടെ മൂടിക്കൊടുക്കുക. വേറെ നന്നായി വെന്ത് കിട്ടണം. എന്നിട്ട് നമുക്ക് ഇതിനെ ഉടച്ചെടുക്കണം. അപ്പോൾ ഹലീം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പരിപ്പ് വേവട്ടെ, ഇത് ഇറച്ചി വേവട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്കൊന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മളെ മട്ടണും വെന്ത് വന്നിട്ടുണ്ട്. മട്ടൺ ഇങ്ങനെ അടർത്തിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടെടുക്കാം. അത് ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, വെന്ത പരിപ്പ് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചൂടാറിയിട്ടേ ചെയ്യാവുള്ളൂ. ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പശു നെയ്യാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് വെച്ചെടുക്കാം. ചതച്ചെടുക്കാൻ. അപ്പോൾ തന്നെ കുറച്ച് പെരുംജീരകം, നല്ല ജീരകം കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം.
കണ്ടോ. ഇത് മൂക്കി വരുന്നുണ്ട് കണ്ടോ. ഇനി ഇതിലേക്കാണ് ഇനി നമുക്ക് ഈ മട്ടന് നന്നായി കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ മാഷർ വെച്ചിട്ടോ നന്നായി ഒന്ന് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. കണ്ടോ, നന്നായി മാഷ് ചെയ്ത് ഉണ്ടോ. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും കൂടെ അരച്ച് വെച്ച് വെക്കാം. ഇനി അരച്ച് വെച്ച പരിപ്പും കൂടെ വെച്ചിട്ട് നന്നായി ചേർത്ത് കണ്ടു. ഇത് നന്നായി ചേർത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഞാൻ പൊരിച്ച് വെച്ചതാണ്. സവാള ഉണ്ടോ, ഇത് പൊരിച്ച് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഒരു പണിയില്ല, നന്നായി ചേർത്തെടുക്കാം. ഇങ്ങനൊന്ന് കഴിച്ചു വെച്ചോട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും, എന്തായാലും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനൊരു ഹലീം ഉണ്ടാക്കി വെക്കുക. നമ്മൾക്ക് നല്ല തണുപ്പിനൊക്കെ നല്ലതാണ് ഇത്. ഉണ്ടോ, അതിൻ്റെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ഉണ്ടാക്കി വെക്കണേ. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഇപ്പോൾ നമ്മൾ ഹലീമൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഹലീമൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ. ഉണ്ടോ, ഇങ്ങനെ കിട്ടിയാൽ മതിയേ. ഈ രീതിയിൽ ഉണ്ടോ. ഇത് പരിപ്പല്ലേ, അപ്പോൾ ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കും. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ ഉണ്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.